ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കുന്നത് മാംഗോ സാഗോ ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. ഈ ചൂട് കാലത്തേക്ക് കുടിക്കാൻ പറ്റിയ നല്ല റിഫ്രഷിങ് ഡ്രിങ്കാണിത്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കാൻ മറക്കല്ലേ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യാനും മറക്കല്ലേ. എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അതിനായി ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് ചവ്വരി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളമൊഴിച്ച് അരമണിക്കൂർ ചവ്വരി നന്നായിട്ടൊന്ന് കുതിരാനായി മാറ്റി വയ്ക്കാം. ചവ്വരിയെല്ലാം നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അരമണിക്കൂറായിട്ടുണ്ട് ചവ്വരി കുതിരാൻ വെച്ചിട്ട്. നമുക്കിനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ചവ്വരി ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് കുതിർത്താൻ വെച്ചിരുന്ന ചവ്വരി നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം വെള്ളമെല്ലാം കളഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൈയെടുക്കാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു 10-15 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം. 15 മിനിറ്റ് ആയപ്പോൾ തന്നെ ചവ്വരി നന്നായിട്ട് തന്നെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഈ ചവ്വരി ഒരു അരിപ്പയിലൂടെ നമുക്ക് അരിച്ചെടുക്കാം. ചവ്വരിയുടെ പശപ്പൊക്കെ മാറിക്കിട്ടാനായിട്ട് അതിലേക്ക് 1 ഗ്ലാസ് നല്ല തണുത്ത വെള്ളവും കൂടെ ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് അരിച്ചെടുക്കാം. തണുത്ത വെള്ളം ചേർത്ത് ഒന്ന് ഇതുപോലെ കഴുകിയെടുക്കുമ്പോൾ അതിൻ്റെ പശപ്പൊന്നുമില്ലാതെ കിട്ടും. അതുകൊണ്ടാണ് ഇങ്ങനെ തണുത്ത വെള്ളം ചേർത്ത് ഒന്ന് കഴുകിയെടുക്കുന്നത്. ചവ്വരിയുടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അടുത്തതായി ഡ്രിങ്ക് തയ്യാറാക്കാനായി ഞാൻ ഇതുപോലുള്ള ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ കഴുകിയതിന് ശേഷം തൊലിയെല്ലാം കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ചൊന്ന് അരച്ചെടുക്കാനായിട്ടും കുറച്ച് ഗാർണിഷിങ്ങിനായിട്ടുമാണ് എടുത്തിട്ടുള്ളത്. അടുത്തതായി ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ ചേർത്ത് കൊടുക്കാം. അര ലിറ്റർ പാലിലാണ് ഞാനിവിടെ ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കുന്നത്. അതിൽ നിന്നും 1/2 കപ്പ് പാല് ആദ്യം ആ മാങ്ങയിലേക്ക് ഒഴിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് തന്നെ പേസ്റ്റായിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസുകൾ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 കപ്പ് പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ട് 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. മാങ്ങയുടെ മധുരം നോക്കിയിട്ട് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ നല്ല മധുരമുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള പാലും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കാം. നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ചവ്വരിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഗ്ലാസ്സിലേക്കൊന്ന് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കാണിത്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഈ ചൂട് കാലത്തേക്ക് കുടിക്കാൻ പറ്റിയ നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്കാണിത്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കല്ലേ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യാനും മറക്കല്ലേ. നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മാങ്ങ ഒന്ന് കട്ട് ചെയ്തതും കൂടി വെച്ച് കൊടുക്കാം.